ചാലഞ്ചിന്റെ എത്രാമത്തെ ദിവസമാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ? അതെ, ഇന്ന് നമ്മൾ 7ാമത്തെ ദിവസമാണ്. നമ്മൾ സക്സസ്ഫുള്ളി ബ്യൂട്ടിഫുള്ളി ഒരാഴ്ച അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ? സെലിബ്രേറ്റ് ചെയ്യാം. റെഡിയാണോ? യെസ്. അപ്പം നമ്മൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും? സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഓടിപ്പോയിട്ട് ഒരു പാട്ടങ്ങോട്ട് ഇടുക, എന്നിട്ട് അങ്ങോട്ട് ഡാൻസ് കളിക്കാം. കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടിട്ടിട്ട് അടിപൊളിയായിട്ട് അങ്ങ് ഡാൻസ് കളിച്ചേക്കണം. കാര്യം എന്താണെന്നറിയാമോ? ടുഡേ നിങ്ങളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. കാര്യം മിറർ വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നുമെങ്കിലും ചെയ്യുന്നവർക്ക് അത് അറിയാം. അത് കുറച്ച് സമയത്ത് ഡിഫിക്കൽട്ട് ആവും, ചിലപ്പോൾ ഇമോഷണലി ഡൗൺ ആവും, ചില വേദനകൾ വരും, ചില മറന്നുപോയ കാര്യങ്ങൾ ഇങ്ങനെ ഓണായി വരും. അപ്പം നമുക്കറിയാം അത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എത്രമാത്രം എന്നത് വളരെ നല്ല രസമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീക്ക് കംപ്ലീറ്റ്ലി നമ്മൾ ഡേ 1 തുടങ്ങി, ഡേ 2 ചാടി, ഡേ 3 കയറി, ഡേ 4 ഓടി, ഡേ 5 ഡേ 6 ഒക്കെ സൂപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് ഡേ 7 വന്ന് നിൽക്കുകയാണ്. സോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. സെലിബ്രേറ്റ് യുവർ സ്മോൾ വിൻസ്. നിങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലെ എന്ത് ചെയ്യുക? ബ്യൂട്ടിഫുൾ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ബ്യൂട്ടിഫുൾ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. കാര്യം ഈ ജീവിതം ഇത്രയ്ക്ക് നാളേ ഉള്ളൂ, വളരെ കുറച്ച് നാൾ. നമ്മൾ എല്ലാ ദിവസവും അതില്ല, അങ്ങനെ ആകും, എന്താകും, ഏതാകും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നാൽ കേട്ടിട്ടില്ലേ? നാളെ നീള എന്ന് പറയുന്നത് പോലെ ഇന്ന് സന്തോഷിക്കാം, നാളെ സന്തോഷിക്കാം, നാളെ അതായിട്ട് സന്തോഷിക്കാം, ജോലി ഇട്ടിട്ട് സന്തോഷിക്കാം, എന്താണ് ബാങ്ക് ബാലൻസ് 1 കോടി രൂപയായിട്ട് സന്തോഷിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇങ്ങനെ അങ്ങ് പോത്തതേ ഉള്ളൂ. പക്ഷേ എല്ലാ ദിവസവും ഒരു ചെറിയ കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന, നിങ്ങളുടെ ലൈഫിലേക്ക് ചേർന്ന് കിട്ടുന്ന ഒരു കുഞ്ഞു കാര്യത്തിന് പോലും സന്തോഷിക്കുക. സന്തോഷിച്ച് നമ്മളിങ്ങനെ ജീവിച്ചിങ്ങനെ മുന്നോട്ട് പോകും. എത്ര അമേസിങ് ആയിട്ടുള്ള, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്നറിയാമോ? അപ്പോൾ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുക. നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങൾക്ക് വീണ് കിട്ടുന്ന അവസരങ്ങളും സെലിബ്രേഷൻ മൂഡിലാക്കുക. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് മിറർ വർക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി 2 ആഴ്ചയും കൂടെയാണ് നമുക്ക് മുന്നോട്ട് കിടക്കുന്നത്. 2 വീക്സും കൂടെ ഉണ്ട്. ഇനി നാളെ വേറൊരു എപ്പിസോഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. റെഡിയാണോ? ഇപ്പോൾ ഡേ 1 നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് എങ്ങനെ ഇത് തുടങ്ങിയപ്പോൾ നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് പറയാൻ പോലും നമുക്കറിയത്തില്ലായിരുന്നു. എങ്ങനെ നമ്മളെ സ്നേഹിക്കണം, ആരും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? സ്ലോലി നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാനായിട്ട് തുടങ്ങി. 2ാമത്തെ ദിവസം നമ്മളോട് പ്രണയമാണ്, നമ്മുടെ സ്നേഹമാണെന്നുള്ള കാര്യം നമ്മൾ അറിയിച്ചു. 3ാമത്തെ ദിവസം നമ്മൾ എന്ത് നമ്മളോട് പറഞ്ഞാലും അതെല്ലാം വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മാത്രമേ പറയത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? 4th ഡേയിൽ നമ്മൾ ദ ബിഗ് ഡേ എന്താ പറഞ്ഞത്? നമ്മുടെ ടെൻഷനും നമ്മുടെ ഫിയറും നമ്മുടെ ഡൗട്ടും ആങ്സൈറ്റിയും പ്രോബ്ലംസും എല്ലാം റിലീസ് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞു. 5ാമത്തെ ദിവസം നമ്മളെ അപ്രൂവ് ചെയ്യുകയാണ്, നമ്മളെ സ്നേഹിക്കുകയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. 6ാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്തേ? നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന നമ്മുടെ ഒരു ചെറിയൊരാഗ്രഹവും മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന നമ്മുടെ വലിയൊരു ആഗ്രഹവും നമ്മൾ വേണ്ടാന്നങ്ങ് വെക്കുകയാണെന്ന് നമ്മളോട് പറഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ കൈ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്രീഷിയേറ്റ് യുവർ സെൽഫ് ഫോർ യുവർ ബ്യൂട്ടിഫുൾ വിൻ. ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ മിറർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കും. നമ്മൾ കണ്ണാടിയുടെ മുമ്പിലേക്ക് ഓടി ചെന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഡാർലിങ്, ഐ ലവ് യു സോ മച്ച്. എത്ര സ്നേഹത്തോടെ നിങ്ങൾക്ക് നിങ്ങളൊരു സ്നേഹമാണെന്ന് പറയുന്നു, അത്രയും സ്നേഹമാണെന്ന് പറയുക. എന്നിട്ട് പറയുക, ഐ എം പ്രൗഡ് ഓഫ് യു. നീ വേറെ ലെവൽ സാധനമാണ് കേട്ടോ. ഐ എം പ്രൗഡ് ഓഫ് യു. എന്തിനാ ഐ എം പ്രൗഡ് ഓഫ് യു പറയുന്നത്? എന്തിനാ? ഫോർ നിങ്ങൾ ഈ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ഒരു മിറർ വർക്ക് ചെയ്യുന്നതിന് എനിക്ക് നിന്നെ ഭയങ്കര അഭിമാനമാണ് തോന്നുന്നതെന്ന് നമ്മളോട് പറയണം. അപ്പോൾ എൻ്റെ സെഷനിലേക്കൊക്കെ ഹോപ്പനോപ്പനോയിലേക്കും 1-to-1 സെഷൻസും ഒക്കെ എടുക്കാനായിട്ട് പ്ലാറ്റ്ഫോമിലേക്കൊക്കെ വരുന്ന ഞങ്ങളുടെ ഹാപ്പി സോൾസ് ഇങ്ങനെ ചോദിക്കും, മാഡം എനിക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്താൽ എൻ്റെ ഒരു പ്രശ്നങ്ങൾ എങ്ങനെ മാറും? വെദർ നിങ്ങളുടെ പ്രശ്നം കരിയറായാലും റിലേഷൻഷിപ്പായാലും ഫിനാൻസ് ആയാലും എന്തുമായിക്കോട്ടെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാറ്റത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ പ്രണയിച്ച് തുടങ്ങുമ്പോഴുണ്ടല്ലോ ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ വഴി മാറി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സത്യത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ പ്രോബ്ലമാണ് ഇതിങ്ങനെ ചെയ്യണം, ആ പ്രോബ്ലമാണ് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒന്നുമില്ല ഇവിടെ. നമ്മളെന്താ ചെയ്യുന്നത്? സ്റ്റോപ്പ് സോൾവിങ്, സ്റ്റാർട്ട് ഇവോൾവിങ്. നമ്മുടെ പ്രശ്നങ്ങളെ സ്റ്റോപ്പ് ചെയ്യുകയാണ്,
പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ പ്രശ്നങ്ങളെക്കാട്ടി വലുതാകുകയാണ്. നമ്മളിങ്ങനെ വലുതാവുകയാണ്. വലുതാവുന്നതനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ പ്രശ്നങ്ങളും വലുതാകും എന്നല്ല, പ്രശ്നങ്ങളെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡീൽ ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടായി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയാണെന്ന്. കാര്യം നമ്മളൊരു ബ്യൂട്ടിഫുൾ മൈൽ സ്റ്റോൺ ആണ് നമ്മൾ ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ സ്വസ്തി കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ആത്മാർത്ഥതയോടുകൂടി ഒരു പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 7 days ബ്യൂട്ടിഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് സെലിബ്രേഷനാണ്. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു കാര്യം ഉണ്ടാവുമല്ലോ. കുഞ്ഞതായാലും വലുതായാലും ഒരു സാരമില്ല, ഇഷ്ടമുള്ളൊരു സാധനം നിങ്ങളിന്ന് നിങ്ങൾക്കൊരു ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കണം. ഗിഫ്റ്റുകൾ കിട്ടുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്നറിയാം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ടിയിട്ട് സെൽഫായിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ കുറേ നാളുകൊണ്ട് ചിലപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, മഴയത്തൊക്കെ പോയിരുന്ന് ഐസ്ക്രീം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഒരു ഇഷ്ടമുള്ള സാരി വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾ കുറേ നാൾ കൊണ്ട് ആഗ്രഹിക്കും, നിങ്ങൾക്കത് കിട്ടുമ്പോൾ അത്രയും ഹാപ്പിനെസ് തരാനായിട്ട് ഒരു കുഞ്ഞൊരു ഗിഫ്റ്റ് ആയാലും മതി. അത് ഇന്ന് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾക്ക് കൊടുത്തിരിക്കണം. എന്നിട്ട് ഈ വീഡിയോയുടെ താഴെ സെൽഫ് ഗിഫ്റ്റ് കൊടുത്തു എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് നിങ്ങളത് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇടണം. ഇനി വീഡിയോയിൽ കമൻ്റായിട്ട് നിങ്ങൾ എന്ത് ഗിഫ്റ്റാണ് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം. എനിക്ക് കേൾക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ. സോ അപ്പോൾ Day 7 ആണ് നമ്മളിന്ന് 7 ആണ് നമ്മളൊരു വീക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് അടിച്ച് പൊളിച്ചൊരു ഡാൻസ് അങ്ങ് കളിച്ചിരിക്കുക. എന്നിട്ട് സന്തോഷം എടുക്കുക. സന്തോഷം നമുക്ക് മുന്നോട്ട് പോകാം. സിനിമയിൽ മോഹൻലാൽ പറഞ്ഞാൽ ചോദിച്ച് നമുക്ക് പോകാമെന്ന് പറയുന്നത് സന്തോഷം നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ അതുപോലെ തന്നെ മറന്നു പോകാത്ത കാര്യം, സ്വസ്തിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 2 weeks കൂടെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എപ്പിസോഡ്സുമായിട്ട് ഞാൻ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ സ്വസ്തിയുടെ ഹീൽ ദ വുമൻ ടു ഹീൽ ദ പ്ലാനറ്റ് എന്ന ബ്യൂട്ടിഫുൾ മിഷനുമായി സ്വസ്തി മുന്നോട്ട് പോകുന്നു. ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അംഗമാകുക. വാട്സപ്പ് നമ്പറും ഉണ്ട്, നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. വളരെ ഡെഡിക്കേഷനോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ലവ് യുവർ സെൽഫ്, ലവ് അതേഴ്സ് ആൻഡ് ലവ് ദ പ്ലാനറ്റ്. സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി. താങ്ക് യു സോ മച്ച്.